ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്കിതിനാവശ്യമായിട്ടുള്ളൂ. ക്യാരറ്റ് വെച്ചിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരുപോലെ ഇഷ്ടമാകും. എന്നാൽ നമുക്കിത് വേഗം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് എരിവ് കുറവാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. കൂടെ പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ്. 1/2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയാകുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ്നെസ് ഉണ്ടാകും. ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നത് മിക്സ് ചെയ്തെടുക്കണം. നല്ല കട്ടിക്ക് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. ഇതിപ്പം ഞാൻ കട്ടിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് നമ്മുടെ മാവ് വേണ്ടതിന് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി. എങ്കിൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നല്ലപോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരികയുള്ളൂ. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റോളം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 200 ഗ്രാം അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും അരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നീളത്തിൽ അരിയണമെന്നില്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ ക്യാരറ്റും എടുത്ത് മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയം നമ്മളിട്ടിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇതെല്ലാം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇതുപോലെ അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും. ഇനി നമുക്കിത് ചൂടോടുകൂടി സർവ് ചെയ്യാവുന്നതാണ്. തണുത്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കാം. ചൂടോട് കഴിക്കുമ്പോഴാണ് കൂടുതൽ രുചികരം. ക്യാരറ്റ് കൊണ്ട് ഇത്രയും നല്ലൊരു രുചികരമായിട്ടുള്ള സ്നാക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.